क्राइम अलर्ट, टाइम आज का, क्राइम आज का। കഴിഞ്ഞോ ഇന്നത്തെ നിന്റെ റിഹേഴ്സല്? അതോ ഇനിയും ബാക്കിയുണ്ടോ? എന്തായിട്ടാ ഇത്? കഥക്കാണ് എന്റെ ജീവിതം. എത്ര തന്നെ കളിച്ചാലും അതെനിക്ക് മതിയാവും തോന്നില്ല. ഏട്ടനൊരു കാര്യം അറിയോ? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്റെ ജീവിതം സന്തോഷമായിട്ട് പോകുന്നത് ഈ ചെലങ്ക കാരണമാണ്. നടക്കട്ടെ, ഇനിയും 15 ദിവസം കൂടെ ചെയ്തോ. അത് കഴിഞ്ഞ അമ്മായിയമ്മയുടെ വീടാ, അവിടെ ഒന്നും നടക്കില്ല. അങ്ങനെയല്ല, ഇവൾക്ക് കഥക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിഞ്ഞാലും തുടരട്ടെ. ഗുപ്ത, എന്റെ 5 വണ്ടികൾ ഓടുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. ആ പാർസൽ എങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിലെത്തിയെന്നാ എനിക്കൊരു പിടിയും കിട്ടാത്ത. ആരെങ്കിലും അവൾക്ക് അയക്കാതെ പോവില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ആ പെണ്ണിനോട് പോയി ചോദിക്കേ ആ പാർസലിൽ ആരുടെ പേരാ ഉള്ളതെന്ന്. അപ്പൊ അറിയാലോ അയച്ചതാരാണെന്ന്. ശരി, ഫോൺ വയ്ക്കേ. കാലത്ത് തന്നെ എന്റെ മൂഡ് നശിപ്പിക്കല്ലേ. ചായ. ആ പിന്നെ ഇന്ന് റോസ് ഡേയാ. ഇന്നത്തെ ഈ ദിവസം ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് പൂ കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ നിങ്ങൾക്ക് ഈ പൂ തരുന്നത്. വേണമെങ്കിൽ കണ്ടോ, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടും. അദ്ദേഹം എനിക്ക് വേണ്ടി ദിവസവും റോസിന്റെ ബൊക്കെ കൊണ്ടുവരും. അപ്പൊ ഞാനെന്താ ചെയ്യാന്നറിയോ? ആ പൂക്കൾ കൊണ്ട് എന്റെ വീട് മുഴുവൻ അലങ്കരിക്കും. നിങ്ങൾ എന്തായി നോക്കുന്നേ? ഞാനിവിടെ ഒരു കവർ വെച്ചിരുന്നു. ആ കവറോ? ആ കവറ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാനത് എടുത്ത് കളഞ്ഞു. എന്ത് കളഞ്ഞെന്നോ? രചന, ഭർത്താവിനോട് ചോദിക്കാതെ ഒരു കാര്യവും ഭാര്യ ചെയ്യരുത്. നീ എന്തിനാ കവർ വലിച്ചെറിഞ്ഞ? നീ അത് വലിച്ചെറിഞ്ഞല്ലേ? നിനക്ക് എവിടുന്ന് അത്രയും ധൈര്യം ഉണ്ടായിരുന്നു?
ചെയ്തു പോയതാ, ഇനി ഒരിക്കലും ചെയ്യില്ല. എന്റെ കയ്യിൽ നിന്ന് വേട. ഇന്ന് വൈകുന്നേരത്തിനുള്ള ആ കവറിന്റെ കിട്ടിയില്ലെങ്കിൽ ഈ ചൂടുള്ള ചായയില് എന്റെ വിരല് മാത്രമല്ല. മനസ്സിലായോടി? ദീപേഷ്, പറയൂ സാർ. ഇത് ഉടനെ അയച്ചേക്ക്. ഓർമ്മ വേണം, ഒരബദ്ധം ഉണ്ടാവരുത്. ഓക്കെ സാർ, അയച്ചേക്കാം. ആ പിന്നെ പറയൂ സാർ. അതേ ഐഡിയിൽ വേണം അയക്കാൻ. ശരി സാർ. മനസ്സിലായോ? ഓക്കെ സാർ. ചെല്ല്. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആ കൊറിയർ കവറിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? അതെന്തിനാ നീ അറിയുന്നത്? നിന്നോട് പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താ മതി. എന്നാ ഇതിട്ടേക്ക്. ഇതൊക്കെ എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, ഞാൻ പറയുന്നത് മാത്രം ചെയ്താ മതി. ഇതിട്. ഇതൊക്കെ എന്തിനാ ഞാൻ ഇടുന്നേ? ഞാൻ നിന്റെ ഭർത്താവാ. എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റേണ്ടത് നിന്റെ കടമയാ. പിടിക്ക. സാരി മുകളിലോട്ടാക്കാൻ പറഞ്ഞതനുസരിക്കേ. ഇനി പറ, എന്റെ അടുത്ത് വാ എന്റെ ഉയിരേ. എന്റെ അടുത്തേക്ക് വാ. എന്നെ കൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നേ? ഞാൻ നിന്റെ ഭർത്താവാ. ഞാൻ എന്തു പറഞ്ഞാലും അതനുസരിച്ചേ പറ്റൂ. മനസ്സിലായോ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാ. നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമായത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അയാളെ നേരത്തെ അറിയാം. സംസാരത്തിൽ ഇത്തിരി ബഹുമാനമൊക്കെ കുറവായിരിക്കും, പക്ഷെ നിനക്ക് ചേരും. സന്തോഷമായിട്ട് ജീവിക്കാം നിനക്ക്. ഞാൻ എങ്ങനെ ഇതൊക്കെ ഏട്ടനോട് പറയും? എന്റെ ഇവിടുത്തെ കഷ്ടപ്പാടുകൾ എങ്ങനെ പറയും? ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എങ്ങനെ പറയും? ഈ 4 ചുമരുകൾക്കുള്ളിൽ ഞാൻ അനുഭവിക്കുന്ന വേദന പറയണോ? ഈ വീട്ടിൽ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ഞാൻ പറയുന്നത് കേൾക്കാനും ആരുമില്ല. ഈ വീട്ടിൽ എനിക്ക് സംഭവിക്കുന്ന അന്യായങ്ങളെ കുറിച്ച് ഞാൻ എൻ്റെ ഏട്ടനോട് എങ്ങനെ പറയും? ചേട്ടാ, രക്ഷണ ചേച്ചിയെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഞാനെന്താ അവളുടെ വാച്ച്മാനാ? അല്ലല്ലോ. പിന്നെ അവളെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? ഇപ്പൊ എന്താ ചോദിച്ചേ? അവരോടൊന്ന് ചോദിക്കാനാ. അവര് പാർലറിൽ പോകുന്നുണ്ടല്ലോ, ആ ജോലി എന്നെ ഏൽപ്പിക്കാലോ. എനിക്ക് ഫേഷ്യൽ, പെഡിക്യൂർ, മെനിക്യൂർ, ത്രെഡിങ് എല്ലാം അറിയാം. പെഡിക്യൂർ അറിയോ? ആ അതെ, അത് ചെയ്യുമ്പോ കാലെല്ലാം നല്ല ഭംഗിയായിരിക്കും.
ഒരു മിനിറ്റ്. ഇത് നോക്ക്, ഇത് പൂജ മേഡം. ഇവരുടെ കൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഇവർക്ക് പെഡിക്യൂർ ഞാനാ ചെയ്തേ. ചേച്ചി വരട്ടെ, ഞാൻ അവരോട് സംസാരിച്ചോളാം. അതെ, എന്ത് ചേട്ടാ? എന്റെ റൂമിൽ മൊത്തം അഴുക്ക. ആദ്യം അവിടെ പോയി വൃത്തിയാക്ക കേട്ടോ. ശരി ചേട്ടാ. എന്ത് പറ്റി? ഞാൻ ഈ ടേബിള് ഒന്ന് അറിയാതെ അനക്കി, ഫോൺ അതിനകത്ത് വീണു. ഇതിനകത്ത് വെള്ളം പോയി ചേട്ടാ. റിപ്പയർ ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷെ ഇതിന് ഒത്തിരി കാശ് ചെലവാവും. എവിടെ നോക്കട്ടെ. ഇത് ഞാനല്ലേ താഴെ തള്ളിയിട്ടത്. ഞാൻ തന്നെ ശരിയാക്കി തരാം. നാളെ തന്നെ തരാം. നിങ്ങളെ ചെയ്തു തരാന്നോ? നന്ദി ചേട്ടാ. ഇതുകൊണ്ട് ശരിയാക്കാൻ കൊടുത്ത എന്റെ ശമ്പളം മൊത്തം ചെലവാകും. നീ വിഷമിക്കൊന്നും വേണ്ട. ചെന്ന് റൂം വൃത്തിയാക്കി. ചേച്ചി, നോക്ക്, നിന്നെ കാണാൻ ആര് വന്നിരിക്കുന്നു നോക്കിയേ. പായൽ, പായൽ, നീ എങ്ങനെ ഇവിടെ ഒന്നും പറയാതെ? പോ ചേച്ചി. പെട്ടെന്ന് നിന്റെ അനിയത്തിയെ കണ്ടപ്പോൾ നീ സന്തോഷത്തിൽ തുള്ളി കുതിച്ച് ഡാൻസ് കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ലോ. പക്ഷെ നിന്റെ മുഖം നോക്കിയ ഒരു റിയാക്ഷനും ഇല്ല. അത് പിന്നെ ആ ചേട്ടാ, വാ ചേട്ടാ. സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ? പറ. തീർച്ചയായിട്ടും നിങ്ങൾ സൂപ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ വീടിനകത്ത് വാ എന്ന് വിളിക്കത്തില്ല. അതാണ് നിങ്ങളെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നേ. എങ്ങനെ ചോദിക്കും? എന്തിനാ? ഇന്നു മുതൽ 1 മാസത്തിന് ശേഷം എന്റെ കോളേജിൽ ഒരുപാട് പരിപാടികൾ ആരംഭിക്കാൻ പോവാ. അതില് കഥക് ഡാൻസ് ഞാൻ കളിക്കണം. പക്ഷേ എനിക്ക് കഥക്കൊന്നും കളിക്കാൻ അറിയത്തില്ലല്ലോ. ഞാൻ അത് പഠിക്കണം. പക്ഷെ എന്റെ ചേച്ചിയെ കാട്ടി ബെസ്റ്റ് ടീച്ചർ ഇവിടെ ആരായിരിക്കുന്നേ? എനിക്ക് നിന്നെ കഥക്ക് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. നീ വേറെ ആരെടുത്തെങ്കിലും പഠിച്ചു. ചേച്ചി, നീ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ വേറൊരാളെടുത്ത് പോയി കഥക് ഡാൻസ് പഠിക്കണോ? ചേട്ടാ, നിങ്ങൾ പറ. കഥക് പഠിപ്പിച്ചു തരാൻ പറ. പഠിപ്പിച്ചു കൊടുക്ക്. ശരി. നിങ്ങൾ സത്യമായിട്ട് വലിയൊരു മനുഷ്യനാണ്. താങ്ക് യു സോ മച്ച്. അയ്യോ, ഞാൻ ശരിക്കും ഒരു മണ്ടിപ്പെട്ട് തന്നെയാണ്. ഞാൻ എന്നോട് സംസാരിക്കുന്ന എന്റെ ഇടയിൽ എന്റെ പെട്ടി വെളിയിൽ മറന്നു വെച്ചിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ചേച്ചി, എന്റെ റൂം എവിടെയാണെന്ന് കാട്ടിത്താ. നീ വാ. അതെ, ഇതാ നിങ്ങളുടെ ഫോൺ റിപ്പയർ ചെയ്തു. അയ്യോ, ശരിയാക്കി കിട്ടിയോ? നന്ദി ചേട്ടാ, നിങ്ങൾ നല്ല മനുഷ്യനാ. സാർ, ഈ ഫോൺ ശരിയാക്കിയിട്ടുണ്ട്. സാർ ചോദിച്ച പുതിയ ഫോൺ. അല്ല, ഈ ഫോണിൽ നമ്പറും ഡേറ്റയൊക്കെ എന്റെ ഫോണിലേക്ക് മാറ്റിയല്ലോ അല്ലേ? ചെയ്തു സാർ. ശരി, നീ വെക്കോ. കാണിച്ചേ. അങ്ങനെയല്ല, കൈ ഇങ്ങനെയല്ല വെക്കേണ്ടത്. അങ്ങനെയല്ല. 3 വിരല് പുറത്തേക്ക്, 2 വിരല് അകത്തേക്ക്. പിന്നെ കൈ ഇങ്ങനെ വെക്കണം. നോക്കട്ടെ. ഇനി ചെയ്ത്.
താ തൈ ത തൈ ആ തൈ ത തൈ. നിങ്ങളെപ്പോഴാ വന്നേ? ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. തളർന്നു പോയി ചേച്ചി. ചേട്ടാ, ഞാൻ കളിച്ചത് കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നോ? സത്യം പറ. ഞാൻ പോയി ചായ ഇട്ടെടുത്തോണ്ട് വരാം. ചേച്ചി, എനിക്ക് ഒരുപാട് തളർച്ചയുണ്ട്. ചായ ഇട്ടുണ്ട് എൻ്റെ റൂമിലോട്ട് കൊണ്ടുവന്നേക്കേ. ശരി. പായൽ ഇവിടെ താമസിക്കുന്നോണ്ടും അവളെ ഡാൻസ് പഠിപ്പിക്കുന്നോണ്ടും നിങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ലാന്ന് ഓർക്കുമ്പോ സന്തോഷമുണ്ട്. ഈ ചിലങ്ക കെട്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ എനിക്ക് ഡാൻസ് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കണം. ചിലങ്ക കേട്ടെ. പറഞ്ഞനുസരിക്കില്ലേ? ഇല്ലേ? ഇല്ല. അതെടുക്ക. ഹലോ ചേച്ചി, ഞാൻ നാളെ ജോലിക്ക് വരില്ല. ജോലിക്ക് വരാൻ പറ്റില്ലെന്നോ? അതെന്തുകൊണ്ടാ? ചേച്ചി, ആ പൂജയുണ്ടല്ലോ, എന്റെ പേരിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. ഞാൻ അവരുടെ നമ്പരും ഇൻഫർമേഷൻ എല്ലാം ആരുടെയോ കയ്യിൽ കൊടുത്തു എന്ന് എന്റെ മേലെ കുറ്റം പറയുക. അവരാരോ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് അവർ പേടിച്ചിരിക്കുക. പൂജയ്ക്കോ? എന്താ അയച്ചത്? എന്താന്ന് തെളിച്ചു പറ. അതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല ചേച്ചി. അതെന്തോ നീളത്തില് വണ്ണം കുറഞ്ഞ് സോക്സ് മാതിരി ഉണ്ടെന്ന്. പക്ഷെ ചേച്ചി, ഞാൻ സത്യമാ പറയുന്നേ. ഞാൻ ആരുടെ കയ്യിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടില്ല. അവരെന്നെ കുറിച്ച് കള്ളം പറയുക. അവരെന്നെ ഒരുപാട് വേദനിപ്പിച്ചോണ്ടിരിക്കുക. ഇനിയും ഞാൻ ഇവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ തിരിച്ചെന്റെ നാട്ടിലേക്ക് തന്നെ പോവാ. നീ ഞാൻ പറയുന്നു കേക്ക്. ഹലോ, ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞോ? ആ ചേച്ചി, ആ ഞാൻ കോളേജിൽ പോയിട്ട് വരാം കേട്ടോ. വന്നതിന് ശേഷം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ബൈ.
ചേട്ടാ എനിക്കൊരു ഐസ്ക്രീം താ. ഇത് എന്റെ കാലിന്റെ ഫോട്ടോ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത ആരോ. മേഡം, നിങ്ങളുടെ ഐസ് റെഡി. ഇപ്പൊ എനിക്ക് വേണ്ട. നിങ്ങൾ പായലിന്റെ മുറിയിലേക്ക് എന്തിനാ പോകുന്നേ? സൂക്ഷിച്ച്. ഞാനെന്താ വികലങ്ങനാന്ന് കരുതിയോ? ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. സംക്രാന്തിന് അയാളുടെ ഭാര്യയോട് ഒരു താല്പര്യവും ഇല്ല. സ്നേഹത്തിനെ പറ്റി പറയേ വേണ്ട. അവന്റെ കണ്ണിൽ രചന ഒരു വേലക്കാരിയാണ്. ശരീരത്തിന്റെ ദാഹവും തീർക്കണം. മറ്റൊന്നും വ്യക്തമാണ്, ഇവനൊന്നും മനുഷ്യനല്ല, മൃഗമാണ്. ഇപ്പൊ അവന്റെ കണ്ണു മുഴുവൻ പായലിന്റെ മുകളിലാണ്. ഈ അവസ്ഥയിൽ രചനയ്ക്ക് അവനെ തടയാൻ കഴിയുമോ? രചന സംക്രാന്തിന് എന്ത് ചെയ്യുന്നെന്ന് നോക്കാം. ഇനി ഒരു റിഹേഴ്സലും കൂടി മതി. എന്നിട്ട് നോക്കിക്കോ, കൾച്ചറലിൽ കഥക്കിനുള്ള അവാർഡ് നിനക്കായിരിക്കും. അതിരിക്കട്ടെ ചേച്ചി. നോക്കട്ടെ, നിന്റെ കഴുത്തിൽ എന്തോ അടയാളം ഉണ്ടല്ലോ. അതോ, അത് അലർജി വന്നപ്പോ ഞാൻ... ഇല്ല, ഇത് അലർജി ഒന്നുമല്ല. ഇത് എന്തോ കഴുത്തിന് കുത്തിപ്പിടിച്ച പാടാണല്ലോ ഇത്. നിനക്ക് വേറെ പണിയൊന്നുമില്ല, അതൊക്കെ വിട്. അല്ല, നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ നമ്മള് ടിവിയുടെ മുമ്പിൽ എങ്ങനെ ഡാൻസ് കളിച്ചിരുന്നു? അതുപോലെ ഇന്ന് കളിക്കാവോ? ശരി, പക്ഷെ ചായ കുടിച്ചതിന് ശേഷം. ഓക്കെ ചേച്ചി. നീ മ്യൂസിക് ഇട്, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. എന്ത് ചേട്ടാ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഓ വിട് ചേട്ടാ, വിട്. എന്റെ കൈ വേദനിക്കുന്നു. വിട് ചേട്ടാ. എന്താ, നിനക്കെന്താ പറ്റിയേ? എനിക്കറിയില്ല ചേച്ചി. രചന പറഞ്ഞോ, എന്താ മോളെ രാത്രി വിളിച്ചേ? ഒന്നുമില്ല ഏട്ടാ, ചേട്ടന്റെ ഓർമ്മ വന്നപ്പോ. രാത്രി നീ ഇങ്ങനെ വിളിക്കാറില്ലല്ലോ. കാര്യം എന്താ? സത്യം പറ. ചേട്ടാ, ചേട്ടൻ എന്റെ ഓർമ്മയൊന്നും വരാറില്ലേ? നഷ്ടപ്പാതിരേക്ക് ഇത് ചോദിക്കാനാണോ വിളിച്ചേ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേ. ഇല്ല ഏട്ടാ, ഞാൻ ഇത് പറയാൻ വിളിച്ചതാ. ഞാനും പായലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ചേട്ടാ, നോക്കിക്കോ, നാളെ കോളേജിൽ നിന്റെ പെർഫോമൻസ് കണ്ട് എല്ലാരും നിന്നെ പ്രശംസിക്കും. എല്ലാരും അഭിനന്ദിക്കും.
പക്ഷെ ഡാൻസ് പഠിപ്പിച്ചത് നീയല്ലേ? നിക്ക്, ഞാനിപ്പോ വരാം. ആ ചേട്ടാ, നിങ്ങളാണോ? ഇങ്ങനെ ഇട്ടിക്ക്, ഞാൻ തെച്ചുതരാം. ആ വേണ്ട ചേട്ടാ, ഞാനേ ചെയ്തോളാം അത്. അത് സാരമില്ല. ബാക്കി ഞാൻ ചെയ്തോളാം. ഒന്നുമില്ല, ചേച്ചിയുടെ കാല് ഫ്രാക്ചർ ആയില്ലേ, അവളെ കൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇരിക്കുക. ആ എന്നാ ശരി, നീ സൂക്ഷിച്ചിരിക്കട്ടോ. ബൈ. ചേട്ടാ, എന്ത് ചെയ്യോ നിങ്ങളെ? എന്റെ അടുത്ത് വന്നേക്കരുത്, ഞാൻ കുത്തും. മാറി നിൽക്കാനാ പറഞ്ഞത്, വേണ്ട. വിടാനല്ലേ പറഞ്ഞത്? ചേച്ചി ഓടി വാ, എന്നെ രക്ഷിക്ക്. പായൽ, 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 വിടാനല്ലേ പറഞ്ഞത്? വിടാനല്ലേ പറഞ്ഞത്? പായൽ, പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല്ലേ. പ്ലീസ് എന്നെ വിട്ടേക്ക് ചേച്ചി. പായൽ, പ്ലീസ് ചേട്ടാ, എന്നെ വിട്ടേക്ക്. പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല്ലേ. വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. എന്നെ ഒന്ന് ചെയ്യല്ലേ ചേട്ടാ. എന്താ പറ്റിയേ? പായൽ, പായൽ ഇങ്ങോട്ട് നോക്ക്. നിനക്ക് എന്താ പറ്റിയേ? പായൽ, എന്താ പറ്റിയെന്ന് പറ. എന്താ മോളെ പറ്റിയേ? ചേച്ചി, അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, തെറ്റിദ്ധരിക്കരുത്. പറയേ. നിന്റെ ഇളയ അനിയത്തി ഇതുപോലുള്ള ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചോണ്ടിരിക്കുക. മാത്രമല്ല, ഒരു ദിവസം എൻ്റെ മുറിയിലേക്ക് കയറി വന്നോള്. റേപ്പ് കേസിൽ എന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഞാനായതുകൊണ്ട് നിങ്ങളുടെ മാനം രക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരെണ്ണത്തിന് ആരും വീട്ടിൽ പോലും കേട്ടില്ല. ഹലോ ഏട്ടാ, ഏട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഏട്ടാ, ഏട്ടാ, നമ്മുടെ പായൽ. പായലിനെ ആരെങ്കിലും പീഡിപ്പിച്ചോ? അതെ ഏട്ടാ, അയാൾ നമ്മുടെ പായലിനെ. ആ പായൽ ചെയ്ത പണിയുണ്ടല്ലോ, ഇനി അങ്ങോട്ട് ആ വീടിന്റെ പരിസരത്ത് അവള് വന്നേക്കരുതെന്ന് പറ. എനിക്ക് അവള് മരിച്ചു കഴിഞ്ഞു. ഏട്ടാ, നീ അവളുടെ അടുത്ത് പോലും പോകരുത്. ഏട്ടാ, ഹലോ.
എന്താ നീ നോക്കുന്നേ? ഇതല്ലേ നിനക്ക് വേണ്ടത്? പായൽ, 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 എവിടെ പോവാടി? ആരോട് പറയാനാ? വേണ്ടിപ്പോരുത്. വാ തുറന്ന നിന്റെ അവസാനമായിരിക്കും. ഭർത്താവിനോട് ചോദിക്കാതെ ഒരു ഭാര്യ ഒരു കാര്യവും ചെയ്യരുത്, മനസ്സിലായോ? ഞാൻ നിന്റെ ഭർത്താവാ. ഞാൻ എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിക്കണം. പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, ഞാൻ എന്തു പറയുന്നു അതനുസരിക്കണം. ഇത് കല്യാണി. ഞാനെന്താടി വികലാംഗനാണോ? എന്താ നർത്തകി, ഇന്ന് എനിക്ക് വേണ്ടി കുറച്ചു നേരം കളിക്കും. മര്യാദക്ക് ഞാൻ പറയുന്നത് കേക്ക്, അല്ലെങ്കിൽ എന്താവൂന്ന് നിനക്ക് തന്നെ അറിയാം. അനുസരിക്കില്ലേ? അത്രയ്ക്ക് ധൈര്യമുണ്ട് നിനക്ക്?
നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ലടി. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നൊന്നും ചെയ്യില്ല ചേട്ടാ. എന്റെ കൈ പൊള്ളുന്നതിന് വീട്. നിന്നെപ്പോലെ വൃത്തികെട്ടവന്മാര് ജീവനോടെ ഇരിക്കരുത്. നീ മനുഷ്യനല്ല, രാക്ഷസനാണ്. സാർ, ഇവരാണ് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഓണർ. ഇവരാണ് എന്റെ ഫോൺ ശരിയാക്കി തന്നത്. ഇയാള് മരിച്ചുപോയല്ലോ. വീട് സെർച്ച് ചെയ്. ഇവിടെ ഒരു ബോഡി നടക്കുന്നത്. ചേച്ചി, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്ത് പറ്റി ചേച്ചി? നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറ ചേച്ചി. എന്ത് പറ്റിയെന്ന് പറ. സാർ, ഒന്നങ്ങ് പെട്ടെന്ന് വാ. താനോട് നിൽക്ക്. എന്ത് പറ്റിയെന്ന് പറ ചേച്ചി. നന്നായി ഇൻസ്പെക്ടർ സാറേ നിങ്ങൾ വന്നത്. ഞാൻ ചെയ്ത കുറ്റം നിങ്ങളോട് ഏറ്റു പറയണം. ഞാനാണ് എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. കാരണം അയാൾ എന്റെ പായലിനെ റേപ്പ് ചെയ്തു. അയാൾ എന്റെ പൊന്ന് പായലിനെ നശിപ്പിച്ചു. അതുകൊണ്ടാ ഞാൻ അയാളെ കൊന്നു കളഞ്ഞത്. ഇതിനെനിക്ക് എന്ത് ശിക്ഷയാണോ തരാൻ പോകുന്നത്, ഞാനത് സ്വീകരിക്കാം. എനിക്കൊരു വിഷമവും ഇല്ല.
ഇവരെ കൊണ്ടുപോയിക്കോ. രചന, രചന, ഇതെന്തു പറ്റി? ഇതെന്താ എന്നോട് പറയാഞ്ഞേ? ഞാൻ നിങ്ങളോട് പറയാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ, പക്ഷെ നിങ്ങൾ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങന്മാരെ കുറിച്ച് ഒരു വിചാരമില്ലായിരുന്നു. അവരുടെ വിഷമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇനി അങ്ങോട്ടും എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടാവും തോന്നില്ല. ഒരു പെൺകുട്ടിയെ അടുത്ത ബന്ധത്തിലുള്ള ഒരാൾ പീഡിപ്പിക്കുകയോ മാനഭംഗപ്പെടുത്തുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഈ സ്ത്രീകൾ ആ സമയത്ത് അവർക്ക് ശബ്ദം ഉയർത്താനാവില്ല. ആര് വിശ്വസിക്കുമെന്ന ഭയമാണ് അവർക്ക്. സമൂഹം അത് തിരിച്ചിടും. സമൂഹം അവളെ തന്നെ കുറ്റക്കാരി എന്ന് വിളിക്കും. സമൂഹത്തിന്റെ ഈ ചിന്താഗതി പാവപ്പെട്ട എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചെന്നറിയാവോ? അതിൽ ചിലർ ആത്മഹത്യ ചെയ്തു, ചില പെൺകുട്ടികൾ കുറ്റക്കാരായി. ചോദ്യം ഇതാണ്, ഇത് എപ്പോൾ വരെ നടന്നുകൊണ്ടേയിരിക്കും? എവിടെയാണോ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് അവിടെയാണ് ദേവതകളെ പൂജിക്കുന്നത്. കേൾക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷെ നമ്മുടെ സമൂഹം എന്നിത് അംഗീകരിക്കും? ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. നാളെ വീണ്ടും കാണാം, ഒരു പുതിയ കഥയുമായി, ഇതേപോലെ മറ്റൊരു ചോദ്യവുമായി. മുടങ്ങാതെ കാണൂ ക്രൈം അലേർട്ട്. ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ കുറ്റകൃത്യം.